കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, വലിയ നോമ്പിന്റെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് സ്നേഹ സ്വാഗതം. മലങ്കര കാത്തലിക് ടിവിയുടെ സുവിശേഷത്തിന്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ്. വലിയ നോമ്പിന്റെ ഈ 5-ാമത്തെ ഞായറാഴ്ച ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യേശു തമ്പുരാൻ ഒരു സാബത്ത് ദിവസം കൂനുള്ള ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നതും അതുവഴിയായി സിനഗോഗ് അധികാരിയുടെയും യേശുവിന്റെ പ്രതിയോഗികളുടെയും പ്രതിരോധവും ആണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് ധ്യാനിക്കുന്നത്. വചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു: സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു: ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു: കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അടിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകാറില്ല. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹാത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലേ? ഇത് കേട്ടവന്റെ പ്രതിയോഗികൾ ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് സന്തോഷിച്ചു. ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശു 18 വർഷമായി ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വണ്ണം കൂനിപ്പോയ ഒരു സ്ത്രീയെ തന്റെ അടുത്തേക്ക് വിളിച്ച് സുഖപ്പെടുത്തുന്നതും രോഗശാന്തി നൽകുന്നതുമാണ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം. 18 വർഷമായി ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വണ്ണം കൂനിപ്പോയ ഒരു മനുഷ്യ സ്ത്രീ. അവൾ സൂര്യനെ ദർശിച്ചിട്ട് നാളുകളായി. അവളുടെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങളില്ല. ചന്ദ്രന്റെ ശോഭ അവൾക്ക് ദൃശ്യമായി. അവൾ കുനിഞ്ഞ് തന്റെ പാദത്തിന് ചുറ്റുമുള്ള, കാലുകൾക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് ഒതുങ്ങിയവരാണ്. ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒതുങ്ങിപ്പോയവരും പല കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരുമായ അനേക വ്യക്തികളുണ്ട്. സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുവളിലേക്ക് തന്റെ ദൃഷ്ടി പായിക്കുകയും തന്റെ ദയാദൃഷ്ടിയിൽ അവളെ തന്റെ അടുത്തേക്ക് വിളിച്ച് സുഖപ്പെടുത്തി നിവർന്നു നിൽക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന യേശുവിന്റെ പ്രവൃത്തി ഈ നോമ്പ് കാലത്ത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുകയും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ സഹോദരനെ സ്നേഹിക്കാൻ വേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കേണ്ടത്. പ്രകാരം നമ്മൾ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് വർജന നേടുമ്പോൾ, അത് ഉപേക്ഷിക്കുമ്പോൾ, ഉപവാസം നമ്മൾ നടത്തുമ്പോൾ അത് അപരന് കൈത്താങ്ങായിട്ട് മാറും. നമ്മൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വലിപ്പച്ചെറുപ്പമല്ല, മറിച്ച് അത് എപ്രകാരം സമൂഹ നിർമ്മിതിയിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് ഈ വലിയ നോമ്പ് കാലത്ത് ഈ സുവിശേഷ ഭാഗം നമ്മെ യോജിപ്പിക്കുകയാണ്, ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് വർജന സ്വീകരിക്കുകയും എന്നാൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നരകത്തിന് അർഹനാണ് എന്ന് വലിയ നോമ്പിന്റെ ചൊവ്വാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. മത്സ്യമാംസാദികളോ പാലുൽപ്പന്നങ്ങളോ അതുപോലുള്ള ആഹാര പദാർത്ഥങ്ങളോ ഉപേക്ഷിക്കുന്നതിലല്ല, മറിച്ച് സാമൂഹിക നിർമ്മിതിയിൽ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ, എല്ലാവരെയും നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കാൻ തക്കവണ്ണം നമ്മുടെ നോമ്പിന് സാധിക്കും. ഇന്നത്തെ സുവിശേഷം നൽകുന്ന ആദ്യ പാഠം അതാണ്. രണ്ടാമതായി, ഈ സുവിശേഷത്തിൽ ഈ കൂനിപ്പോയ സ്ത്രീയെ യേശു തമ്പുരാൻ വിശേഷിപ്പിക്കുന്നത് അബ്രഹാത്തിന്റെ മകൾ എന്നാണ്. സുവിശേഷത്തിൽ 2 പേരെ മാത്രമാണ് യേശു അബ്രഹാത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് വിളിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷമായി ആത്മാവ് ബാധിച്ചു കൂനിപ്പോയ സ്ത്രീയെ യേശു അബ്രഹാത്തിന്റെ മകളെന്ന് സംബോധന ചെയ്യുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ
സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ചുങ്കക്കാരിൽ പ്രധാനനായ സക്കേവൂസിനെ വിളിക്കുന്നതും അബ്രഹാത്തിന്റെ മകനെന്നും. ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വളർന്നതുകൊണ്ടാണ് സക്കേവൂസിനെ അബ്രഹാത്തിന്റെ മകനെന്ന് വിളിക്കുന്നത്. മരത്തിന് മുകളിൽ വെച്ച് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയും യേശു അവനെ വിളിക്കുമ്പോൾ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും യേശു ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ തന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് സംഭാവന ചെയ്യുകയും ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, തന്റെ ജീവിതത്തിൽ വഞ്ചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായി പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിക്കുന്ന സക്കേവൂസിനെയും യേശു അബ്രഹാത്തിന്റെ മകൻ എന്ന് വിളിക്കുകയാണ്. ഇപ്രകാരം അബ്രഹാത്തിന്റെ മകനെന്ന് യേശു സംബോധന ചെയ്യുമ്പോൾ ഈ കൂനിപ്പോയ സ്ത്രീയെയും സക്കേവൂസിനെയും സംബോധന ചെയ്യുമ്പോൾ അത് യഹൂദരുടെ മേൽ, അതായത് തങ്ങളാണ് അബ്രഹാത്തിന്റെ മക്കളെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന യഹൂദ സമൂഹത്തിന്റെ മേൽ ഉള്ള ഒരു കുറ്റാരോപണമാണ്. കാരണം യഹൂദർ വിശ്വസിച്ചിരുന്നു തങ്ങൾ അബ്രഹാത്തിന്റെ മക്കളാണ്, ആ ഒരു പൈതൃകം കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തിച്ചേരാമെന്നും ദൈവത്തിന്റെ രാജ്യത്തിലെ അവകാശികൾ തങ്ങളാണ് എന്നും തെറ്റിദ്ധരിച്ചിരുന്ന യഹൂദ സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ് യേശു. 18 വർഷമായി ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത ഒരുവളെ സൗഖ്യപ്പെടുത്തി വിശ്വാസികളുടെ പിതാവിന്റെ മകൾ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അവളെ ഉയർത്തുകയാണ്. ഇപ്രകാരം ആരെയും മാറ്റി നിർത്താതെ ആ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കാൻ ഇന്നത്തെ സുവിശേഷം രണ്ടാമതായി നമ്മെ ക്ഷണിക്കുകയാണ്. മൂന്നാമതായി ഇന്നത്തെ സുവിശേഷത്തിന്റെ സാമൂഹിക അർത്ഥം യേശു ചെയ്ത പ്രവൃത്തിയിൽ സിനഗോഗ് അധികാരി കോപിക്കുകയാണ്. സിനഗോഗ് അധികാരി കോപിക്കുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് സിനഗോഗ് അധികാരി എന്ന് മനസ്സിലാക്കണം. യഹൂദ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സ്ഥലം അത് ജെറുസലേം ദേവാലയമായിരുന്നു. എന്നാൽ ബാബിലോൺ ആക്രമണത്തിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും യഹൂദർ കൽദായ നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ട് അവിടെ പ്രവാസികളായി കഴിയുകയും ചെയ്യുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് വരാനും നിയമപുസ്തകം വായിക്കാനുമായി തുടങ്ങിയ ഒരു സംസ്കാര രീതിയാണ് സിനഗോഗ് സംസ്കാരം. ജെറുസലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ബലിയർപ്പിക്കാൻ യഹൂദ ജനതയ്ക്ക് സ്ഥലമില്ലാതാവുകയും ചെയ്യുകയും അവരിൽ പ്രമുഖരായ ആളുകളെല്ലാം കൽദായ നാട്ടിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് അവർക്ക് ഒരുമിച്ച് വരാനും വചനം, ദൈവത്തിന്റെ നിയമം, മോശയിലൂടെ നൽകപ്പെട്ട നിയമപുസ്തകങ്ങൾ വായിക്കാനും അവർ സമയം കണ്ടെത്തി. അതിനെ അവരുടെ ഇടയിലുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനം ചെയ്തു. ഈ ഒരു സംസ്കാര രീതി ബാബിലോൺ ദേശത്തു നിന്ന് തിരികെ വന്നപ്പോഴും അവർ തുടർന്നു പോകുന്നു. ഇതാണ് സിനഗോഗ് സംസ്കാരം. യേശുവിന്റെ കാലത്തും ഈ സിനഗോഗ് സംസ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി പറയുക, ലൂക്കാസ് സുവിശേഷകന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവൻ സിനഗോഗിലേക്ക് കടന്നു ചെന്നു. പതിവ് അനുസരിച്ച് അവൻ സിനഗോഗിലേക്ക് കടന്നു ചെന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് വായിക്കാനായി നൽകപ്പെട്ടു. അവൻ ആ പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. ബന്ധനസ്ഥർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആ വാക്കുകൾ ഇപ്രകാരം അവൻ അവസാനിപ്പിക്കുകയാണ്: പുസ്തകം അടച്ച് ദേവാലയ ശുശ്രൂഷനെ ഏൽപ്പിച്ച് അവൻ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു. യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന സിനഗോഗ് സംസ്കാരത്തിൽ വെച്ച് വായിച്ച അതേ ഭാഗം, അതായത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകുക. ഇവിടെ 18 വർഷമായി സാത്താൻ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരുവളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് യേശുവിന്റെ കാലത്ത് ആരുടെ വാക്കുകൾ, യെശയ്യായുടെ വാക്കുകൾ നിറവേറ്റപ്പെട്ടു എന്ന് അത് അവിടെ വായിച്ചെങ്കിൽ ഈ സുവിശേഷ ഭാഗത്ത് ഇന്ന് നമ്മൾ വായിക്കുന്ന ലൂക്കാസ് സുവിശേഷന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ മോചിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. വീണ്ടും ഇവിടെ സാപത്തിൽ രോഗശാന്തി നൽകുന്നതിനെ പറ്റി പറയുമ്പോൾ സിനഗോഗ് അധികാരി കോപിച്ച് ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യുത്തരമായി സുവിശേഷകൻ യേശുവിനെ വിശേഷിപ്പിക്കുക കർത്താവ് എന്നാണ്. ഇപ്രകാരം സാപത്തിൽ രോഗശാന്തി നേടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി യേശുവിന്റെ നാമം ഉച്ചരിക്കുക കർത്താവ് പറഞ്ഞു. അതായത് ഇവിടെ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ കാരണം സാപത്ത് സൃഷ്ടിച്ചതും യേശുവാണ്. സാപത്ത് സൃഷ്ടിച്ചത് ദൈവമാണ്. ആദിയിലുണ്ടായിരുന്ന വചനത്തോട് ചേർന്ന് നിൽക്കുന്ന പുത്രനായ ദൈവം, വചനമായ ദൈവം. അതായത് സാപത്തിന്റെയും കൂടെ കർത്താവാണ്. ഇപ്രകാരം സാപത്തിന്റെ കർത്താവിനെ വിശേഷിപ്പിക്കുകയാണ് ഈ നോമ്പുകാലത്ത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നോമ്പുകാലത്ത് മിശിഹാ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയായി.
ഈ മിശിഹ രഹസ്യങ്ങളിൽ ഇന്നത്തെ മിശിഹ രഹസ്യം യേശുവിന് നൽകപ്പെടുന്ന പേരാണ് കർത്താവ് എന്ന നാമം. അവൻ സാപത്തിന്റെയും കർത്താവാണ്. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും മോചിക്കുന്നത് സാപത്തിൽ ആരാധിക്കാൻ വേണ്ടിയാണ്. 3 ദിവസത്തെ യാത്ര പിന്നിട്ട് മരുഭൂമിയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടുകൊടുക്കണമെന്നാണ് മോശ ഫറവോയോട് പറയുന്നത്. അതായത് സാപത്ത് ആചരിക്കാൻ, കർത്താവിനെ ആചരിക്കാൻ വേണ്ടിയാണ്, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കണമെന്ന് മോശ ഫറവോയോട് ആവശ്യപ്പെടുന്നു. ആ സാപത്തിന്റെയും കർത്താവാണ് യേശു എന്ന് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുകയാണ്. ഈ വലിയ നോമ്പ് കാലത്തെ മിശിഹ രഹസ്യം അതാണ്. ഇന്നത്തെ ഞായറാഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന മിശിഹ രഹസ്യം അതാണ്. യേശു കർത്താവാണ്, അവൻ സാപത്തിന്റെയും കർത്താവാണ്. രണ്ടാമതായി യേശു മോചിപ്പിക്കുന്നവനാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ അഴിച്ചുവിടുന്നവനാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഈ കൂനിപ്പോയ സ്ത്രീയെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശു തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിന്റെ പ്രായോഗിക തലം ആ മകളെ അബ്രഹാത്തിന്റെ മകളെന്ന് സംബോധന ചെയ്യുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിന്റെ മക്കളുടെ ഗണത്തിലേക്ക് അവളെയും യേശു കൂട്ടിച്ചേർത്തു. ഈ നോമ്പ് ആചരിച്ച് അബ്രഹാത്തിന്റെ സന്തതികൾ, വിശ്വാസികളുടെ മക്കൾ എന്ന, വിശ്വാസത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ കർത്താവിനെ ആരാധിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.